അയ്യേ, എന്തൊരു ഭാവന ഇത്. ഇങ്ങനെ ഒരു അനുഭവം എന്റെ ലൈഫിലുണ്ടായിട്ടില്ല. ഗംഗേണ്ട് മാത്രം ആദ്യം തന്നെ ഇവൻ എന്തിനാ ഡിവോഴ്സ് ആയ പെണ്ണെ കെട്ടാൻ തീരുമാനിച്ചേ? മൂക്കി പല്ല് മുടച്ചപ്പോ ഏതെങ്കിലും ഒരു പെണ്ണെ കിട്ടാൻ തീരുമാനിച്ചു കാണും. അത് പോട്ടെ എന്ന് വെക്കാം. ഉപേക്ഷിച്ചവൻ തിരിച്ചു വന്നപ്പോ കെട്ടാമെന്നവൻ പൊക്കോട്ടെ എന്ന്. ഇങ്ങനെയുള്ള മനുഷ്യന്മാര്, നാണവും മാനവും ഇല്ലാത്തവര്. അത് ഉള്ളവരുടെ വീട്ടിൽ നിന്ന് അവർക്കൊന്നും പെണ്ണ് കിട്ടാനും പോകുന്നില്ല. ഞാൻ വണ്ടി കയറി ഇരിക്കാൻ പോവാ. നീ ഒരാള് കാരണം മനുഷ്യൻ ഇവിടെ ഒന്ന് നാണം കെടേണ്ടി വന്നത്. അമ്മ ഇപ്പോഴും നമ്മളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. നമുക്ക് എന്ത് നാണക്കെടാ ഉണ്ടായത്? അമ്മ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അവരാകെ ഷോക്കായി നിൽക്കുക. ഇങ്ങനെ ഒരു സ്ഥിതി വരുമെന്ന് അവരെപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ? അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തവസ്ഥയാടി? ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 4 പേരോട് ആ കുടുംബത്തെ പറ്റി അന്വേഷിക്കണം. അതവര് ചെയ്തോ? ഇല്ലല്ലോ. നല്ല കാര്യം അശ്വിൻ വരാതിരുന്നത്. ഇല്ലെങ്കിൽ മുഖത്ത് നോക്കാൻ പറ്റാതായി പോയനെ. ഒന്ന് വണ്ടി കയറി പോടി. റിയലി സോറി. നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങള്. ഒന്നും മിണ്ടായിരിക്കണേ. ചെയ്യാനുള്ള എല്ലാം ചെയ്തു വെച്ചിട്ട് കൈയും കൂപ്പി മാപ്പ് പറഞ്ഞാൽ എല്ലാം അങ്ങ് ശരിയാവുമല്ലോ. ചെറുക്കന്റെ വീടും പരിസരവും കണ്ട് ഉറപ്പിക്കാൻ പെണ്ണിനെയും കൊണ്ട് വരുന്നത് കണ്ടപ്പോഴേ ഇത് ശരിയാവില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാ. പക്ഷെ ഇത്രയും മോശമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലിയൊരു കാര്യം നേരിട്ട് വന്ന് പറയാതെ കഷ്ടമുണ്ട്. ഞങ്ങളെ കാണുമ്പോൾ ഒരു ഉടുപ്പില്ല നിങ്ങൾക്ക്. ഇത് വേണ്ട വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞ. എന്നിട്ട് നീ കേട്ടോ? നോക്ക്, ഒരക്ഷരം വിടാതെ തലയും കുനിച്ചിരിക്കുന്നുണ്ടല്ലേ തന്തയും തള്ളയും. പ്ലീസ്, ഇവിടെ ഇരുന്നൊരു പ്രശ്നം ഉണ്ടാക്കാതെ ദേവി ഇത് പോണം. പ്രശ്നം ഉണ്ടാക്കി എന്തിടോ? ഇങ്ങനെ തല്ലു കൈവിട. നിക്കുന്ന നിപ്പിടല്ലേ തലയടിച്ച് പൊടിക്കണം നിന്റെ. മതി, പോവാം. ആ പോവാൻ തന്നെ പോന്നെ. അല്ല ഇവിടെ കയറി കുണ്ടു ഉറങ്ങി കയറി കിടന്ന് ഉറങ്ങാനൊന്നും പോകുന്നില്ല. നാണമില്ലാത്ത വർഗം. മാറിക്കടാ. സുഭാഷേട്ടൻ വന്നേ.